അപ്പോൾ ഓക്കെ മക്കളെ സെറ്റല്ലേ, കാണാൻ അടിപൊളിയല്ല, പെർഫെക്റ്റ് അല്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഉണ്ടെങ്കിൽ വെള്ളം വരണം ഇവിടെ അല്ല. അതൊരു രസമാട്ടോ. കുട്ടികളായിട്ട് ഇൻഷാ അല്ലാഹ് എന്തായാലും വരണം, മക്കളായിട്ട് വരണം കാണാൻ. അസ്സലാമു അലൈക്കും മക്കളെ, റാഹത്തല്ലേ? എന്താ വെച്ചാൽ വെള്ളച്ചാട്ടം വാങ്ങാൻ വേറെ വൈബല്ലേ, എവിടെയെന്ന് അറിയില്ല. കണ്ണിങ് നമ്മളെ കരിങ്കപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവസ്ഥയാണിത്. സത്യം പറഞ്ഞാൽ കോയിച്ചണമെന്ന് ഇങ്ങനെ വരുമ്പോൾ കയറിയാ തട്ടെ ഇവിടെ എന്താ വൈബറാ. എവിടേക്കും പോകണ്ട, നമുക്ക് 100 രൂപയ്ക്ക് എണ്ണ അടിച്ചാലിതാ നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല സെറ്റപ്പുള്ള ഏരിയ. കണ്ടു നിങ്ങൾ വെള്ളം ഇങ്ങനെ മതി മറിഞ്ഞ് ചാടുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരിടത്തുനിന്ന് വെള്ളം വരുന്നത്. അത് എവിടെ നിന്നാന്ന് ഒരിക്കലും കണ്ടെത്താൻ പറ്റാത്ത രീതിയിലാണ് ആ വരുന്ന വെള്ളട്ടാ. നല്ല അടിപൊളിയായിട്ട് നല്ല. നമ്മൾ നേരെ കരിങ്കപ്പാറ ചോദിക്കുക, വൈലത്തൂരിൽ നിന്ന് നേരെ കോയിച്ചാൻ റോഡ്, കോയിച്ചനിൽ നിന്നാണെങ്കിലോ നേരെ വൈലത്തൂർ റോഡ് ചോദിക്കുക. അവിടെ നേരെ പോയി കഴിഞ്ഞാൽ കരിങ്കപ്പാറ അങ്ങാടിയിൽ നിന്ന് നേരെ ഇടത്തോട്ട് വെച്ച് വൈലത്തൂരിൽ നിന്ന് പോകുമ്പോൾ ഇടത്തോട്ടും കരിങ്കപ്പാറയിൽ നിന്ന് പോകുമ്പോൾ വലത്തോട്ടും പോയി കഴിഞ്ഞാൽ നേരെ ഈ കാണുന്ന പള്ളി അവിടെ കാണാം. അവിടെ നല്ല സൂപ്പറായിട്ട് എന്ത് ചെയ്തിരിക്കണം, പഞ്ചായത്തോ അല്ലെങ്കിൽ PWDയോ ആരോ ഒരു കൂട്ടർ എന്ത് നല്ല ഉഷാറാക്കിയിട്ട് എന്ത് ചെയ്തിരിക്കണേ, അതിൻ്റെ ചുറ്റുമതിൽ കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റായി ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇങ്ങനെ ഒന്നല്ല എന്നിട്ടാണ്, വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇന്ന് എല്ലാവരും വൈകുന്നേര സമയങ്ങളിൽ അവിടെ എത്തണോണ്ട് തന്നെ എന്ത് ചെയ്തിരിക്കണേ, നല്ല സെറ്റപ്പ് ആക്കിയിട്ടാണ്. നേരെ ഇറങ്ങുന്ന ഭാഗത്തിന് അത്യാവശ്യം നല്ല തോതിൽ വെള്ളം കുത്തി ഒഴുകുന്ന പോലെ ഒഴുകുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് അത്രേ ഉണ്ടാവുള്ളൂ. നേരെ കുറച്ചും കൂടി താഴത്തേക്ക് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്നാണ്ട് ഇറങ്ങി നോക്കിയതാണ്. അപ്പോഴല്ലേ കഥ മനസ്സിലായത്. ഇതൊന്നല്ല വെള്ളച്ചാട്ടം, ശരിക്കും വെള്ളച്ചാട്ടം അപ്പുറത്താണ്, ഇതിൻ്റെ പോയിൻ്റ് അപ്പുറത്താണ് കിടക്കുന്നത്. കുറച്ചങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി നോക്കിയിട്ടോ, പക്ഷേ അവിടെ തീരുന്നു കേട്ടോ സംഭവം. നല്ല അവിടുന്ന് ഇങ്ങോട്ട് മേലേക്ക് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണുപ്പുള്ള വെള്ളം. ഈ വെള്ളമൊക്കെ കൂടി എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അവിടെ എത്ര കൂടുതൽ പാടങ്ങളുണ്ടോയെന്നുള്ളത് നമുക്ക് തിരിച്ചറിയില്ല കേട്ടോ. പിന്നെ താഴത്തേക്ക് നോക്കിയപ്പോൾ ഒന്നായിട്ട് വെള്ളം കണ്ട് കുത്തി ഒഴിക്കുക കേട്ടോ. ആ സമയത്ത് തന്നെ ഞാൻ എന്നെ മനസ്സിലാക്കി, താഴെ പോയാലാണ് ഇതിൻ്റെ ഒറിജിനൽ വൈബ് കിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയോണ്ട് തന്നെ ആ പോയിന്റിലേക്ക് എങ്ങനെ എത്തുമെന്ന് ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ച് മനസ്സിലിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ആ പള്ളിൻ്റെ ബാഗ് കൂടി ചിലപ്പോൾ ഒരു വജ്ജുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പരിപാടിയാണ് പിന്നീട് നോക്കിയത്. നേരെ എന്ത് ചെയ്താൽ ആ പള്ളിന് താഴെ കൂടി ഒരു കണ്ടത്തിൽ കൂടി ചാടിയിട്ട് അപ്പുറത്ത് കൂടി ആ മതിലിന് എത്തണം, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കണക്കാക്കിയിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു കയറിയത്. നേരെ ആ മതിലിൻ്റെ അവിടെ എത്തിയിട്ട് നമ്മൾ നേരെ നോക്കിയപ്പോൾ തന്നെ ആദ്യം തന്നെ കണ്ട എന്താ പറയുക, ചെറിയൊരു പേടി ഇങ്ങോട്ട് പോകും. പക്ഷെ എന്താണ് പ്രശ്നങ്ങളൊന്നും ഈ അല്ലെന്നില്ല. അത് ചെറിയ നീർക്കോലിയാട്ടോ സംഭവം. കേൾക്കണ്ടി ഞങ്ങൾ അതോ കേൾക്കണം അവിടെ കണ്ടൊരു നീർക്കോലി. അപ്പം എന്താ പറയുക, നീർക്കോലി ഉണ്ടാവും, പാമ്പുണ്ടാവും, പല സംഭവങ്ങളുണ്ടാവും അവിടെ. കുട്ടികളായിട്ടൊക്കെ പോകണവർ എന്ത് ചെയ്യുക, വളരെയേറെ ശ്രദ്ധിക്കുക. അപ്പോൾ അപ്പുറത്തൊന്നുണ്ട് അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നീർക്കോലികൾ ഇങ്ങനെ കിടന്ന് കളിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളായിട്ടൊക്കെ എന്ത് ചെയ്യുക, കളിക്കാൻ പോണവർ, ഇത് കാണാൻ പോണവർ ഒരിക്കലും വെള്ളത്തേക്ക് ഇറങ്ങാതിരിക്കുക, അത് ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ നീർക്കോലിൻ്റെ അപ്പുറത്ത് വേറെ വല്ല സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ശ്രദ്ധയിൽ പെടൂല കേട്ടോ. അപ്പോൾ എന്തായാലും നീർക്കോലിൻ്റെ കേസ് ഇവിടെ അതങ്ങനെ പറഞ്ഞില്ല. നീർക്കോലുണ്ടാവും, പാമ്പുണ്ടാവും, പല സാധനങ്ങളുണ്ടാവും. പക്ഷേ എന്താണോ ഈ കരിങ്കപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറത്ത് കൂടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് എവിടെ നിന്നാണ് വരുന്നതെന്നാണ് നമുക്കൊരു കൊടുത്തം കിട്ടാതെ. കണ്ടില്ലേ, ഇത് നേരെ മറ്റേ തോട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒലിച്ച് വരുന്നതാണ്. പക്ഷേ അതിൻ്റെ നേരെ ഇപ്പുറത്തേക്ക് നമ്മളെ ക്യാമറ എങ്ങനെയാണ് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വെള്ളം വരുന്നത്. അതിപ്പോൾ എവിടുന്നാന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല. ഞാൻ മേലെ കയറിയിട്ട് കുറേ നോക്കിയിട്ടാണ്, താഴത്തിറങ്ങിയിട്ട് അതും നോക്കി. പക്ഷേ എവിടെ കൂടിയാണ് ആ വെള്ളം അങ്ങനെ വന്ന് ചാടുന്നതെന്ന് എനിക്കൊരു എത്തുമ്പോഴും കിട്ടില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് കാണാൻ നല്ല ചേരുണ്ടായതുകൊണ്ട് എന്ത് ചെയ്ത് ഞാനിങ്ങനെ കുറേ നേരം നോക്കി നിന്ന് വീണ്ടും നീർക്കോലുകൾ വേറെ വരികയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ സെറ്റല്ലേ, കാണാൻ അടിപൊളിയല്ല, പെർഫെക്റ്റ് അല്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഉണ്ടെങ്കിൽ വെള്ളം വരണം ഇവിടെ അല്ല. അതൊരു രസമാട്ടോ. കുട്ടികളായിട്ട് ഇൻഷാ അല്ലാഹ് എന്തായാലും വരണം, മക്കളായിട്ട് വരണം കാണാൻ. അത്രയും ഫോഴ്സിലാണ് വെള്ളം വരുന്നത്, അത്രയും ഫോഴ്സിലാണ്. അപ്പോൾ കുട്ടികളായിട്ടൊക്കെ വരുന്നവർ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളുണ്ട്, അത് കറക്റ്റ് പാലിച്ചതിൻ്റെ ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ കേട്ടോ. കാരണം അത്രത്തോളം റിസ്ക്കിയാണ്. മേലിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കാര്യങ്ങൾ വളരെ എന്താണ് ടൈറ്റാണ്. പിന്നെ എനിക്ക് ഏറ്റവും അത്ഭുതമായത് എന്താ, ഇവിടെ വെള്ളം ചാടുന്നുണ്ട് ഈ പള്ളിൻ്റെ ബാക്ക് ഭാഗത്ത്. അത് എവിടെ നിന്നാണ് വെള്ളം വരുന്നത് എന്ന് പോലും അറിയാൻ കഴിയണില്ല. അത്രയും ഉൾഭാഗത്തു നിന്നാണ്. അതിൻ്റെ മേലെ ഒഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ അവിടുന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അതിനുള്ളിൽ കൂടി എങ്ങനെയെങ്കിലൊക്കെ ഒരു വഴി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സെറ്റല്ല, എങ്ങനെയുണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും കണ്ടോട്ടാ. പിന്നെ നീർക്കോലുകൾ നല്ലോണം ഉണ്ട്. അവിടെ ഒരാളെന്താ ഇരിക്കണേ, എന്താ ഒരാളതാ. പിന്നെ വേറൊരാളെ കാണിച്ചാ, വേറൊരാളിതവിടെ,